എല്ലാവർക്കും നമസ്കാരം. സാധാരണയായി നമ്മൾ എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് നന്നായി സോഫ്റ്റ് ആകുന്നില്ല ഇഡ്ഡലി എന്ന്. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നിയരിയും ഉഴുന്നും ഈ രണ്ട് ചേരുവയും ഒപ്പം ഉപ്പും കൂടി ചേർത്ത് അരച്ചാൽ മതി, നമ്മളുടെ ഇഡ്ഡലി സോഫ്റ്റ് ആകും. അപ്പം നമ്മളുടെ ഖുശ്ബു ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. വരൂ വീഡിയോയിലേക്ക് പോകാം. നല്ല സോഫ്റ്റായ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു 5 ഗ്ലാസ് ഇതുണ്ടോ ഈ ഒരു പൊന്നിയരി എടുത്തെടുക്കുക. ഏത് കപ്പാണോ നിങ്ങൾ ഏത് അളവാണോ ഉപയോഗിക്കുന്നത് അതിലെടുത്തോളൂ. 5:1 എന്ന അനുപാതത്തിലാണ്. 5 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിൽ വേണം നമുക്കിത് തയ്യാറാക്കാം. അളവ് ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്നും എടുക്കുക. ഉഴുന്ന് 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആകാനുള്ളൊരു ടിപ്പാണത്. ഈ അരിയും 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ച് അരി മുങ്ങി നിൽക്കണ പോലെ വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഉഴുന്നൊരു 3 പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ചിരിക്കുന്നത് കണ്ടോ, ഇതേപോലെ ഒഴിച്ച് ഫ്രിഡ്ജിൽ അപ്പം തന്നെ വയ്ക്കാൻ. നിങ്ങൾക്ക് തോന്നും കുതിർന്നിട്ട് വെക്കേണ്ടേ എന്ന്. വേണ്ട, ഞാൻ അരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. 8 മണിക്കൂർ കുതിർത്തി വെച്ച ഉഴുന്നതാകണ്ടോ നന്നായി കുതിർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രൈൻഡറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഗ്രൈൻഡർ ഓൺ ആക്കിയതിന് ശേഷം ഉഴുന്നിട്ട് കൊടുക്കുക. നന്നായി അരഞ്ഞു തുടങ്ങി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്ക് അരച്ചെടുക്കാൻ. ആദ്യം ഒന്നിച്ചൊഴിക്കാൻ പാടില്ല, അല്പാൽപമായിട്ട് ഒഴിച്ച് വേണം നന്നായി അരച്ചെടുക്കാൻ. ഉഴുന്നരച്ച് കഴിഞ്ഞു. ഈ ഒരു പാകമായിരിക്കണം മാവ്. ഇതാണ്ടോ ഒരു അല്പം ലൂസായിട്ട് തന്നെ ഇരിക്കണം, എന്നാലേ ഇഡ്ഡലി നന്നായി സോഫ്റ്റ് ആവുകയുള്ളൂ. അരച്ച ഉഴുന്ന മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് കഴിഞ്ഞു. 8 മണിക്കൂർ കുതിർത്ത അരിയാണ്. ഇതാണ്ടോ ഇത് വലിപ്പം വെച്ചിട്ടേ ഇല്ല. നമ്മൾ അരി എത്ര ഉണ്ടായിരുന്നോ 8 മണിക്കൂർ കുതിർന്നിട്ടും അതേപോലെ ഇരിക്കണത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അരി വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അരിയും ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കണം. അരി അരയ്ക്കുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിൽ അരിയും അരച്ചെടുക്കുക. അതിനുശേഷം ഉഴുന്നരച്ചതും അരിയും കൂടി ചേർത്ത് ഇളക്കി ഒരു 8 മണിക്കൂർ വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അരിയും ഉഴുന്നും അരച്ചത് ചേർത്ത് ഇളക്കി കഴിഞ്ഞു. ഈ ഒരു പാകത്തിൽ വേണം മാവിരിക്കാൻ, എന്നാലേ ഇഡ്ഡലി നന്നായി സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനി ഒരു 8 മണിക്കൂർ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കാം. 8 മണിക്കൂർ പുറത്ത് വെച്ച മാവ് നന്നായി പൊങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. നന്നായി ഫെർമെൻറ്റേഷൻ, അതായത് മാവ് നന്നായി പൊന്തി പുളിച്ച് കഴിഞ്ഞു. ഈ ഒരു പാകത്തിൽ ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ പുരട്ടിയ തട്ടിലേക്ക് ആണ് ഒഴിക്കുന്നത്. എണ്ണ പുരട്ടിയ തട്ടിലേക്ക് മാവ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. 8 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൂ പോലെയുള്ള പഞ്ഞി ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെയാണ് സോഫ്റ്റായ ഇഡ്ഡലി ഉണ്ടാക്കുക എന്നുള്ളത്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്